Good afternoon, everyone. So today we are going to continuing from last class. So here I'm sharing my screen, and or you can just look at your textbook also. Okay, so in the last class we have learned about Rajaram Mohan Roy, right? Do you remember? Yes, sir. Yes, sir. Okay. Mm, right. Okay. So നമ്മൾ എന്താ രാജാറാം മോഹൻ റോയെ കുറിച്ച് പഠിച്ചേ? എന്തായിരുന്നു? സിയാൻ, എടാ സിയാൻ അൺമ്യൂട്ട് ചെയ്തേ. Yes, sir. ആ, എന്തായിരുന്നു രാജാറാം മോഹൻ റോയെ കുറിച്ച് പഠിച്ചത്? Okay. ആ, എടാ നീ ടെക്സ്റ്റ് വായിച്ചോ? Oh, വായിച്ചോ എങ്കിൽ പറ. ഇന്നലെ വായിച്ചു. ഏ ഇന്നലെ വായിച്ചോ? അപ്പൊ പിന്നെ നിനക്ക് നന്നായിട്ട് ഓർമ്മ കാണുമല്ലോ. അപ്പൊ പിന്നെ പറഞ്ഞോ, എന്താ വായിച്ചേ, എന്താ പഠിച്ചേ? ഓക്കെ, അപ്പൊ ജീവൻ Yes, sir. എന്താ പഠിച്ചേ? ഇത് രാജാറാം മോഹൻ റോയ് സതിയും ചൈൽഡ് മാരേജും നിർത്തലാക്കി. പിന്നെ ബ്രഹ്മസമാജ് കണ്ടുപിടിച്ചു. പിന്നെ ഇത് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നാണ് രാജാറാം മോഹൻ റോയ് വിളിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ആദിത്യ, നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോടാ? ഓക്കെ, അപ്പൊ നമ്മൾ രാജാറാം മോഹൻ റോയെ കുറിച്ച് പഠിച്ചു. അപ്പൊ ജീവൻ പറഞ്ഞതൊക്കെ ശരിയാണ്. നമ്മളെ വെസ്റ്റേൺ എഡ്യൂക്കേഷനും എല്ലാം കിട്ടിയിട്ടുള്ള ഒരാളായിരുന്നു രാജാറാം മോഹൻ റോയ്. അത് മാത്രമല്ല, നമ്മുടെ ഈവിൾ പ്രാക്ടീസസ് ലൈക്ക് സതിയും ചൈൽഡ് മാരേജും എല്ലാം നിർത്തലാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു രാജാറാം മോഹൻ റോയ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാവോ? ഓക്കെ, അല്ല ബാക്കിയുള്ളവർ ആരും മിണ്ടാതിരിക്കുന്നു, എന്ത് പറ്റി? ആരും ഫുഡ് കഴിച്ചില്ലേ? അല്ല, നമ്മള് ഇപ്പൊ പഠിക്കുന്ന SS ആ, അപ്പൊ ഒരു എനർജി വേണം കേട്ടോ, ഒരു എക്സ്ട്രാ എനർജി. ഓക്കെ, അപ്പോ നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച്? എന്താ കേട്ടിട്ടുള്ളേ? അഞ്ചാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ ഏതോ GK ടെക്സ്റ്റിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇന്ന് ശകലം കൂടെ എന്താ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതില് നോക്കാം കേട്ടോ. ഇത് ഒരു കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, എന്നാലും നമുക്ക് നോക്കാം. Okay, Swami Dayananda Saraswati was the leader of Indian Renaissance who attacked caste system and condemned idol worship. അതായത് നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുന്നവര് എന്തിന്റെ ലീഡർ ആയിരുന്നു? നമ്മുടെ ഇന്ത്യൻ റിനൈസൻസിന്റെ ലീഡർ ആയിരുന്നു. അതും എന്തിനേക്ക് വേണ്ടിയിട്ടാ? നമ്മുടെ കാസ്റ്റ് സിസ്റ്റവും ജാതി ഇപ്പൊ നമ്മള് പണ്ടത്തെ കാലം നോക്കുകയാണെങ്കിൽ ജാതി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അപ്പോ അത് ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, താഴ്ന്ന ജാതിക്കാർ പോകുന്ന ആ ഒരു വഴിയെ പൊയ്ക്കൂടാ.
അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോ അത്തരത്തിലുള്ള ആ ഒരു ജാതി വ്യവസ്ഥയ്ക്കും ആൻഡ് ഐഡൽ വർഷിപ്പ് മീൻസ് നമ്മുടെ ഏതാ വിഗ്രഹാരാധനയ്ക്കും എതിരായിട്ട് നിന്ന ഒരാളാണ് സ്വാമി ദയാനന്ദ സരസ്വതി. Disseminate his ideology, he founded Arya Samaj. He gave the call go back to Vedas. അതായത് disseminate, അതായത് അവരുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരുടെ ഐഡിയോളജി പ്രഖ്യാപിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ഒന്നാണ് ആര്യ സമാജ്. അവർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഗോ ബാക്ക് ടു വേദാസ്. അതായത് നമ്മുടെ പഴയ വേദങ്ങളിലേക്ക് തിരിച്ചു പോവുക. നമ്മുടെ ഈ ഒരു നമ്മുടെ കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഐഡൽ വർഷിപ്പ്, അതായത് ഈ ഒരു വിഗ്രഹാരാധന, ഇതെല്ലാം ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ഇന്ത്യൻ റിനൈസൻസ്, അപ്പോ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആ ഒരു കാസ്റ്റ് സിസ്റ്റം അതുപോലുള്ള എല്ലാം മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മുടെ ആ ഒരു ഇന്ത്യയില് ആ ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പൊ എല്ലാ മതത്തിലുള്ള ആൾക്കാർക്കും ജീവിക്കാൻ പറ്റും, എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റും. ലൈക്ക് അവിടെ പ്രത്യേകിച്ച് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് ഉയർന്ന ജാതി, താഴ്ന്ന ജാതി എന്നുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും എന്നാണ് നമ്മുടെ ദയാനന്ദ സരസ്വതിയുടെ ആ ഒരു ആഹ്വാനം. അതിനു വേണ്ടിയിട്ടാണ് ആര്യ സമാജ് ക്രിയേറ്റ് ചെയ്തത്. മനസ്സിലായോ? ഓക്കെ. അരുൺ കുമാർ, അരുൺ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, ആദ്യമായിട്ടല്ലേ എന്താ ആവുന്നതാണ്? എനിക്ക് നേരത്തെ അൺമ്യൂട്ട് ആക്കി, നേരത്തെ മ്യൂട്ട് ആക്കി പിന്നെ അൺമ്യൂട്ട് ആവും. ഓക്കെ, ഞാൻ തന്നെ നിന്നെ മ്യൂട്ട് ആക്കിയത്. കാര്യം അവിടെ എന്തോ സൗണ്ട് വരുന്നുണ്ട്, അപ്പൊ എല്ലാരും മ്യൂട്ട് ആകും കേട്ടോ. അപ്പൊ അതുകൊണ്ടാ എല്ലാരും മ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്യുക, അത് കഴിഞ്ഞ ഉടനെ തന്നെ മ്യൂട്ട് ചെയ്യുക. കാര്യം ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യല്ലേ, അപ്പൊ അതുകൊണ്ട് ആ ഒരു സൗണ്ട് ആയിരിക്കും ഇതിൽ കൂടുതൽ കേൾക്കുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആദ്യമായിട്ടല്ലേ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നേ? എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ? അതെ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ നമുക്കപ്പോ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ദയാനന്ദ സരസ്വതിയെ കുറിച്ചാണ് ഒരു സ്മോൾ ഇൻട്രൊഡക്ഷൻ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് നിങ്ങൾ പഠിക്കും കേട്ടോ. അപ്പോ ഇത്ര തന്നെയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പൊ ഇന്ത്യൻ റിനൈസൻസിന്, അപ്പൊ ആ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച ഒരാളായിരുന്നു നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, മനസ്സിലായോ? ഹലോ, എല്ലാരും പോയോ? ഓക്കെ, അപ്പോ മനസ്സിലായി സാർ. മനസ്സിലായി. നമുക്ക് അടുത്ത ആളിലേക്ക് പോവോ? ഓക്കെ, അതാണ് ആദ്യത്തെ നിന്റെ SR എന്നുള്ള ആ വിളി കേട്ടാലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതോടെ ഉറച്ചു വിളിച്ചു. ഓക്കെ, അപ്പൊ അടുത്ത ആരാന്ന് നോക്കാം. ജ്യോതിറാവ് ഫുലെ. Jyotirao Phule condemned caste system and promoted widow remarriage. ജ്യോതിറാവ് ഫുലെ എന്ന് പറയുന്ന അയാള് എന്തിനെതിരെയായിരുന്നു? കാസ്റ്റ് സിസ്റ്റം. അയാൾ നമ്മുടെ ആരെ പോലെ, നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയെ പോലെ തന്നെ കാസ്റ്റ് സിസ്റ്റത്തിന് എതിരായിരുന്നു. ആൻഡ് ആ സമയത്ത് സതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സതി രാജാറാം മോഹൻ റോയുടെ കാലത്ത് നിർത്തലാക്കി. എന്നാലും ഇന്നും നമ്മുടെ സമൂഹത്തില്, നമ്മുടെ ഇന്ത്യയില് നമുക്ക് അറിഞ്ഞൂടാതെ തന്നെ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും സതി പോലുള്ള അനാചാരങ്ങൾ ഉണ്ട്. അപ്പൊ അത് ഏറെക്കുറെ നമുക്ക് മാറ്റാൻ പറ്റി, എന്നാൽ ഇന്നും നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ എതിരായിട്ട് പ്രയത്നിച്ചവരാണ് ഇവരെല്ലാം. അപ്പോ അതിൽ തന്നെയാണ് വിഡോ റീമാരേജ്.
അപ്പൊ വിഡോ റീമാരേജ് എന്ന് പറയുമ്പോൾ ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് വീണ്ടും കല്യാണം കഴിക്കാനുള്ള അവസരം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അപ്പോ അതിന് വേണ്ടിയിട്ട് അത്തരം ആക്ട് പ്രൊമോട്ട് ചെയ്ത ഒരാളാണ് ജ്യോതിറാവ് ഫുലെ. He argued that free and compulsory education should be provided to children up to 12 years and gave primary concern to education of the weaker section and women. അതായത് അത് മാത്രമല്ല, പുള്ളിക്കാരൻ ആർഗ്യൂ ചെയ്ത ഒരു കാര്യം കൂടെ ഉണ്ട്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. എല്ലാവർക്കും കുട്ടികൾക്ക് ഫ്രീ ആയിട്ടും കമ്പൽസറി ആയിട്ടും എഡ്യൂക്കേഷൻ കൊടുത്തിരിക്കണം. എത്ര വയസ്സ് വരെ? ഷുഡ് ബി പ്രൊവൈഡഡ് ടു ചിൽഡ്രൻ അപ് ടു 12 years, 12 വയസ്സ് വരെ അവർക്ക് കൊടുത്തിരിക്കണം. ആൻഡ് ഗേവ് പ്രൈമറി കൺസേൺ ടു എഡ്യൂക്കേഷൻ ഓഫ് വീക്കർ സെഷൻ ആൻഡ് വുമൺ. അതിൽ തന്നെ വുമണിനും വീക്കർ സെഷൻ, അതായത് നമ്മുടെ ഇപ്പോ ദളിത്സ് ആവാം, ഇപ്പൊ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവര്, നമ്മുടെ സമൂഹത്തില് കഷ്ടത അനുഭവിക്കുന്നവര്, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവര്, അപ്പോ അത്തരത്തിലുള്ളവർക്ക് എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ള ആ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം അത് നമ്മുടെ ഗവൺമെന്റ് നടത്തണം. അല്ല എങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ചേഞ്ച് നടത്തണം എന്നുള്ള കാര്യം ആഹ്വാനം ചെയ്തത് ആരായിരുന്നു? ജ്യോതിറാവ് ഫുലെ. അപ്പോ പക്ഷെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് എത്ര വയസ്സ് വരെയുള്ള പിള്ളേർക്ക് ഇത് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് ഗവൺമെന്റ് പറയുന്നത്? എത്ര? 14. വൈഷ്ണവി കറക്റ്റ്. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഫ്രീ എഡ്യൂക്കേഷൻ, കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നമ്മുടെ ജ്യോതിറാവ് ഫുലെ പറഞ്ഞത് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കെങ്കിലും കൊടുക്കണം. അത് മാത്രമല്ല വീക്കർ സെഷൻ, പിന്നെ വുമൺ, സ്ത്രീകൾക്ക് ആ സമയത്ത് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ വളരെ കുറവായിരുന്നു, അങ്ങനെ പഠിക്കത്തില്ലായിരുന്നു. അപ്പൊ അവരെയൊക്കെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് ഉള്ള ശ്രമം നമ്മുടെ ജ്യോതിറാവ് ഫുലെ നടത്തി. ഫോർ ദീസ് പർപ്പസസ് he founded സത്യശോധക് സമാജ്. സത്യശോധക് സമാജ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ ജ്യോതിറാവ് ഫുലെ സ്റ്റാർട്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? പ്രത്യേകിച്ചും നമ്മുടെ നമ്മുടെ വുമന്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വീക്കർ സെക്ഷന്റെ എഡ്യൂക്കേഷൻ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ജ്യോതിറാവ് ഫുലെ കൊണ്ടുവന്നതാണ് സത്യശോധക് സമാജ്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? അടുത്ത ആള് പണ്ഡിത രമാഭായ്. പണ്ഡിത രമാഭായ് founded Arya Mahila Sabha, an organization for the uplift of women. അപ്പൊ നമ്മുടെ പണ്ഡിത രമാഭായ്, എനിക്ക് പണ്ഡിത രമാഭായ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പഠിച്ചിരുന്ന കോളേജില്, മുംബൈയില്, എന്റെ കോളേജില് ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്റ്റലിന്റെ പേരായിരുന്നു ഈ പണ്ഡിത രമാഭായ് വുമൻസ് ഹോസ്റ്റലോ ലേഡീസ് ഹോസ്റ്റലോ അങ്ങനെ എന്തോ ആയിരുന്നു പേര്. പക്ഷെ പേരെന്ന് പറയുന്നത് പണ്ഡിത രമാഭായ് എന്ന് പറയുന്ന ഒരു പേരായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോ അതാ ഓർമ്മ വന്നത് കേട്ടോ. ഓക്കെ, കളക്ട്. അപ്പൊ പണ്ഡിത രമാഭായ് ഫൗണ്ടഡ് ആര്യ മഹിളാ സഭ, ആൻ ഓർഗനൈസേഷൻ ഫോർ ദ അപ്ലിഫ്റ്റ് ഓഫ് വുമൺ. വുമണിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട്, അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഓർഗനൈസേഷനാണ് എന്ത്? ആര്യ മഹിളാ സഭ. She fought against the social inequalities faced by women and worked tirelessly for women's education and the empowerment of widows. അതായത് നമ്മുടെ പണ്ഡിത രമാഭായ് പ്രത്യേകിച്ചും അവരുടെ എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ സൊസൈറ്റിയിലുള്ള സോഷ്യൽ ഇനിക്വാലിറ്റീസ്, അതായത് നമ്മുടെ ഒരു ഇനിക്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ആ ഒരു ഇക്വാലിറ്റി ഇല്ലായ്മ. അപ്പോ ഈ സമൂഹത്തിൽ നടന്നിരുന്ന ഇത്തരം കാര്യങ്ങൾക്ക് എതിരെ, അത് മാത്രമല്ല ഈ സോഷ്യൽ ഇനീക്വാലിറ്റീസ്, പ്രത്യേകിച്ച് വുമണിന്റെ കാര്യത്തിൽ അവർക്ക് ഒരു ഇക്വാലിറ്റി, മാൻ അല്ലെങ്കിൽ ആണുങ്ങളുടെ അത്രയും പവർ അവർക്ക് കൊടുത്തിരുന്നോ?
അവിടെ കൊടുത്തിരുന്നോ? ഇല്ല. ഇല്ല. അപ്പോ അത്തരത്തില് ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രയത്നിച്ച ഒരാളാണ്. അതായത് നമ്മുടെ ഈ സമൂഹത്തിലുള്ള അസമത്വം, അതായത് ഹ്യൂമണിനും മെന്നിനും ഉണ്ടായിരുന്ന ആ ഒരു ഡിഫറൻസ്, ആ ഒരു കണക്കിന് നമ്മൾ കൺസിഡർ ചെയ്തവർക്ക് അതിന് എതിരായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് പണ്ഡിത രമാഭായ്. വർക്ക് ടയർലെസ്ലി ഫോർ വുമൻസ് എഡ്യൂക്കേഷൻ. അത് മാത്രമല്ല, അവർ ഇതിനെതിരെ പ്രവർത്തിക്കുകയും അവര് നിരന്തരമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? വുമൻസ് എഡ്യൂക്കേഷൻ, സ്ത്രീകളുടെ പഠനത്തിന് വേണ്ടിയിട്ടും ആൻഡ് എംപവർമെന്റ് ഓഫ് വിഡോസ്. എംപവർമെന്റ് അതായത് അവരുടെ ഉയർച്ചയ്ക്ക്, അവരെ കരകയറ്റി കൊണ്ടുവരാനായിട്ട്, പ്രത്യേകിച്ച് വിഡോസ്, ഹസ്ബൻഡ് നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് അവരെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച ഒരാളാണ് നമ്മുടെ പണ്ഡിത രമാഭായ്. മനസ്സിലായോ? Yes, sir. ഓക്കെ. മനസ്സിലായി സാർ. ഓക്കെ, അടുത്ത സർ സയ്യദ് അഹമ്മദ് ഖാൻ. Sir Syed Ahmad Khan led the movement for the spread of modern education among Muslims. അതായത് നമ്മുടെ സർ സയ്യദ് അഹമ്മദ് ഖാൻ ഒരു മൂവ്മെന്റ് നടത്തിയത് എന്തായിരുന്നു? സ്പ്രെഡ് മോഡേൺ എഡ്യൂക്കേഷൻ എമംഗ് മുസ്ലിംസ്. അതായത് മുസ്ലിംസിന് വേണ്ടിയിട്ട് അവരെ നമ്മളിപ്പോ നമ്മുടെ ഈ ഒരു രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദു പോപ്പുലർ കൺട്രിയാണ്. ഏറ്റവും കൂടുതൽ ഹിന്ദുസ് ആണ് ഉള്ളത്. അപ്പോ ആ സമയത്ത് ഇപ്പൊ ബാക്കിയുള്ള എല്ലാ മതങ്ങളും, അതായത് ഇപ്പോ ക്രിസ്ത്യൻസ് ആവാം, അല്ലെങ്കിൽ മുസ്ലിംസ് ആവാം, ഇവരെല്ലാം വളരെ കുറവായിരുന്നു. കുറവെന്ന് മാത്രമല്ല, അവർക്ക് ഈ ഹിന്ദുസിനുള്ള അത്രയും ഒരു പവർ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പിന്നീടാണ് നമ്മുടെ നിയമങ്ങളെല്ലാം എല്ലാ മതക്കാർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തത്. പക്ഷെ ആ സമയത്ത് സയ്യദ് അഹമ്മദ് ഖാൻ പുള്ളിക്കാരൻ എന്താ ചെയ്തത്? മോഡേൺ എഡ്യൂക്കേഷൻ, നമ്മുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എല്ലാം നമ്മുടെ മുസ്ലിംസിന് കൊടുക്കാനായിട്ട് ശ്രമം നടത്തി. അതായത് മുസ്ലിംസ് എന്ന് പറയുന്നത് അവർ ആ ഒരു പ്രിവിലേജ്, അണ്ടർ പ്രിവിലേജ് കാറ്റഗറിയിൽ ഉള്ളവരായിരുന്നു. അപ്പോ അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരാളാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻ. He established Mohammedan Anglo-Oriental College at Aligarh that later became the famous Aligarh Muslim University. അലിഗർ എന്ന് പറയുന്ന സ്ഥലത്ത് അലിഗർ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. എന്തിനാ? മുഹമ്മദിയൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. അത് പ്രത്യേകിച്ച് എന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെ മുസ്ലിംസിന് വേണ്ടിയിട്ട്, മുസ്ലിം സ്റ്റുഡൻസിന് പഠിക്കാനായിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കോളേജ് ആയിരുന്നു. അത് പിന്നീട് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. One of his remarks on the Hindu-Muslim unity is given below. Both Hindus and Muslims breathe the air of India, drink the water of Ganga and Yamuna. We both feed upon the products of the Indian soil. We are together in life and death. അതായത് നമ്മുടെ ഹിന്ദു മുസ്ലിം ഐക്യതയ്ക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ ഒരു ഡയലോഗാണ്. അതായത് ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കോട്ട്, അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യമാണ്. എന്താ? ബോത്ത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ബ്രീത്ത് ദ എയർ ഓഫ് ഇന്ത്യ. നമ്മുടെ മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും അല്ലെങ്കിൽ ഹിന്ദുസ് ആയാലും എല്ലാം ശ്വസിക്കുന്നത് ഇന്ത്യയിലെ എയർ ആണ്, ഇന്ത്യയിലുള്ള എയർ ആണ്. അല്ലാതെ മുസ്ലിംസിന് സെപ്പറേറ്റ് എയർ, അടുത്ത ഹിന്ദുസിന് സെപ്പറേറ്റ്, ക്രിസ്ത്യൻസിന് സെപ്പറേറ്റ്, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ശ്വസിക്കുന്നത് ഒരേ എയർ തന്നെയാണ്, ഇന്ത്യയിലുള്ള എയർ തന്നെയാണ്. ഡ്രിങ്ക് വാട്ടർ ഓഫ് ഗംഗ ആൻഡ് യമുന. അപ്പൊ ഗംഗയിലെയും യമുനയിലെയും, അത് എല്ലാ നദികളിലെയും ജലം തന്നെയാണ് നമ്മൾ കുടിക്കുന്നത്. എല്ലാവർക്കും അപ്പോൾ അത് അക്സസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വി ബോത്ത് ഫീഡ് അപ്പോൺ ദ പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യൻ സോയിൽ. അപ്പോൾ നമ്മൾ കഴിക്കുന്നതും അല്ലെങ്കിൽ കൊടുക്കുന്നതും, കുട്ടികൾക്ക് കൊടുക്കുന്നതും എല്ലാം പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യൻ സോയിൽ, നമ്മുടെ മണ്ണിൽ വിളയിക്കുന്ന സാധനങ്ങൾ തന്നെ. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വിളയിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അവർക്ക്. നമ്മൾ കഴിക്കുന്നതും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും. വി ആർ ടുഗദർ ഇൻ ലൈഫ് ആൻഡ് ഡെത്ത്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും എല്ലാം
നമ്മൾ ഒരുമിച്ചാണ്. അവിടെ നമുക്ക് ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ ഹിന്ദു ആണെന്നോ ക്രിസ്ത്യൻ എന്നോ അല്ലെങ്കിൽ മുസ്ലിം എന്നോ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. ഓൾ ആർ ഈക്വൽ. നമ്മളെല്ലാരും ഒരുപോലെ തന്നെയാണ് എന്നാണ് നമ്മുടെ സർ സയ്യദ് അഹമ്മദ് ഖാൻ പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ. ഇത്രയും പഠിപ്പിച്ചതിൽ വെച്ച് എന്താണ് ഡൗട്ട് ഉണ്ടോ? ഒന്നുണ്ട് സാർ. എന്താ ഡൗട്ട്? ഡൗട്ട് അപ്ലിഫ്റ്റ് എന്ന് പറയുന്ന ഉയർത്തിക്കൊണ്ടുവരിക. അതായത് അപ്ലിഫ്റ്റ് ഓഫ് വുമൺ. അതായത് ആ സമയത്ത് വുമൺ എന്ന് പറയുന്നത് അങ്ങനെ സ്വാതന്ത്ര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അവരെ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ടയർലെസ്. അപ്പൊ നമ്മള് ടയേർഡ് ആവാതെ, അതായത് ഒരു നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് എന്താ പറയാ ടയേർഡ് ആവുക എന്ന് പറയത്തില്ല. ടയേർഡ് ആവുക എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്ത് പറയും? നമ്മൾ ക്ഷീണിക്കാതെ. അപ്പൊ ആ ഒരു ടയർലെസ്ലി ക്ഷീണിക്കാതെ അവര് അവർക്ക് മാക്സിമം പറ്റുന്ന രീതിയിലെല്ലാം അവരവിടെ ഈ ഒരു ഹ്യൂമൻ എഡ്യൂക്കേഷനും എല്ലാത്തിനും വേണ്ടിയിട്ട് ട്രൈ ചെയ്തു എന്നാണ്. ആദ്യത്തെ ദിലീപ് എന്താ പറഞ്ഞേ? റിമാർക്സ് എവിടെയാ കിടക്കുന്നേ? ഓക്കെ. വൺ ഓഫ് ഹിസ് റിമാർക്സ്. അതായത് റിമാർക്സ് എന്ന് പറയുമ്പോൾ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ എന്താ പറയാ, അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുക, പറയുക. അപ്പോ അദ്ദേഹം പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ച ഒരു കാര്യം, ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു കാര്യം, അതിനെയാണ് നമ്മൾ റിമാർക്ക് എന്ന് പറയുന്നത്. ആ ഒരു മേജർ റിമാർക്ക് അല്ലെങ്കിൽ മേജർ പോയിന്റ്, മേജർ എന്താ പറയുന്നത്, ഒരു മൈൽ സ്റ്റോൺ എന്നൊക്കെ നമുക്ക് തന്നെ പറയാം. എംപവർമെന്റ് എന്ന് പറയുമ്പോൾ അതും അവരെ ഉയർത്തിക്കൊണ്ടുവരിക. അവർക്ക് ഈ കൂടുതൽ പവർ കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരിക. സമൂഹത്തിൽ അവരെ ഒരിക്കലും താഴ്ത്തപ്പെടാതെ അവർക്ക് അവരുടെ ആ ഒരു അവരുടെ ഉന്നമനം, അതാണ് എംപവർമെന്റ്. കറക്റ്റ് മലയാളം പറയും ഉന്നമനം. അപ്പൊ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമം. സ്ഥാപിക്കുക, സ്ഥാപിച്ചതിന്. എന്താ കേട്ടില്ല? വിഡോസ് എന്ന് വെച്ചാൽ എന്തോന്നാണ്? വിഡോസ് എന്ന് പറയും വിധവ. വേറെ എംപവർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അപ്ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉയർത്തിക്കൊണ്ടുവരിക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് ആർഡിനോ മൈക്ക് ഓൺ ആണ്. ഓക്കെ, മ്യൂട്ട് ചെയ്ത് വെക്കേ. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സ്വാമി വിവേകാനന്ദ. അപ്പൊ നമ്മൾ സ്വാമി വിവേകാനന്ദയെ കുറിച്ച് നമ്മൾ എല്ലാരും കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ എന്താ കേട്ടിട്ടുള്ളേ? എന്താ കേട്ടിട്ടുള്ളേ? രാമകൃഷ്ണ മിഷൻ. ഒരാള് പറഞ്ഞ എല്ലാരും കൂടെ പറഞ്ഞ എനിക്ക് മനസ്സിലാവത്തില്ല. രാമകൃഷ്ണ മിഷൻ കൊണ്ടുവന്നു. വേറെ ഓക്കെ. ഇത് നിങ്ങൾ ക്വിസിലോ എന്തായാലും പഠിച്ചതാണോ? രാമകൃഷ്ണ മിഷൻ അല്ല, 4ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതെല്ലാം ഓർമ്മയുണ്ട്. കൊള്ളാം കേട്ടോ, നിങ്ങൾക്ക് നല്ല മെമ്മറി പവർ ഉണ്ട്. ഓക്കെ, അപ്പോ സ്വാമി വിവേകാനന്ദ.
Swami Vivekananda fought against the caste inequalities and promoted education among women. അതായത് നമ്മൾ നേരത്തെ അവർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവരെല്ലാം നമ്മുടെ ഇന്ത്യൻ റിനൈസൻസിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവരാ. അപ്പൊ പുള്ളിക്കാരൻ നമ്മുടെ വിവേകാനന്ദയും ചെയ്തത് ഇത്രയേ ഉള്ളൂ. എന്താ? നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിന്, കാസ്റ്റ് ഇനിക്വാലിറ്റീസ്, അതായത് കാസ്റ്റ് എന്ന കാസ്റ്റ് എന്ന് പറയുമ്പോ അപ്പൊ ആ ജാതി മതം എന്നുള്ള ആ ഒരു ഇതിനെതിരെയും പിന്നെ പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ എമംഗ് വുമൺ, സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലും മേജറായിട്ട് നിന്ന ഒരാളാണ് സ്വാമി വിവേകാനന്ദ. He gave emphasis to the universal brotherhood and remarked, for our own motherland, a junction of the two great systems, Hinduism and Islam, is the only hope. അതായത് നമ്മുടെ പ്രത്യേകിച്ചും പുള്ളിക്കാരൻ നമ്മുടെ സ്ത്രീ വിദ്യാഭ്യാസത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. അത് മാത്രമല്ല, അപ്പോ ആ ബ്രദർഹുഡ് മീൻ യൂണിവേഴ്സൽ ബ്രദർഹുഡ്, അതായത് വിശ്വാസ സാഹോദര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചതാണ് എന്താ? ഫോർ അവർ ഓൺ മദർലാൻഡ്, എ ജംഗ്ഷൻ ഓഫ് ദ ടു ഗ്രേറ്റ് സിസ്റ്റംസ്, ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം ഈസ് ദ ഓൺലി ഹോപ്പ്. അതായത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാ? ഹിന്ദുയിസവും ഇസ്ലാമും. അപ്പോൾ മഹത്തായ ഈ രണ്ട് വ്യവസ്ഥയും കൂടിച്ചേർന്നതാണ് അതായത് നമ്മുടെ ഹിന്ദുയിസവും മുസ്ലിം ഐഡിയോളജിയും കൂടിച്ചേരുന്നതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇന്ത്യയെ നമ്മുടെ മദർ ലാൻഡിനെ കൂട്ടി യോജിപ്പിക്കുന്ന എന്താ? ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം. അപ്പോൾ ഇത് രണ്ടും പ്രധാനപ്പെട്ട അവിടെ ഉണ്ടായിരുന്ന മതങ്ങളായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന ഒന്നാണ്, ഒരു ജംഗ്ഷനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. എല്ലാ മതക്കാർക്കും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്, അല്ലാതെ ഒരു പർട്ടിക്കുലർ മതത്തിന് മാത്രമായിട്ട് ഇല്ല. മനസ്സിലായോ? അതായിരുന്നു നമ്മുടെ സ്വാമി വിവേകാനന്ദ പറഞ്ഞത്, പറഞ്ഞത്. He was the disciple of Sri Ramakrishna Paramahamsa. അതായത് ഡിസൈപ്പിൾ, ശിഷ്യനായിരുന്നു ആരുടെ? ശ്രീ രാമകൃഷ്ണ പരമഹംസയുടെ. He founded the Ramakrishna mission to propagate the teachings of his master. അദ്ദേഹത്തിന്റെ ടീച്ചറുടെ ആ ഒരു ടീച്ചിങ്സും കാര്യങ്ങളും എല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട്, അത് വീണ്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സ്ഥാപിച്ച ഒന്നാണ് രാമകൃഷ്ണ മിഷൻ. The mission established several educational institutions all over India. അതായത് ഈ ഒരു മിഷൻ, ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ ഈ ഒരു മിഷൻ കൊണ്ട് കുറെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം രാജ്യത്തെമ്പാടും സ്ഥാപിച്ചു. He played an important role in awakening the nationalistic feeling and self-respect among Indians. ഇദ്ദേഹം പ്രധാനമായിട്ട് ചെയ്ത ഒരു റോളാണ് നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു നാഷണലിസ്റ്റിക് ഫീലിംഗ്, അതായത് പാട്രിയോട്ടിസം, അതായത് ആ ഒരു ദേശീയത എന്ന ആ ഒരു ഫീലിംഗ്, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് എന്നുള്ള ആ ഒരു കോട്ട്, ആ ഒരു എന്താ പറയാ തിരിച്ചറിയൽ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ് നമ്മുടെ വിവേകാനന്ദൻ. അപ്പോൾ നാഷണലിസ്റ്റിക് ഫീലിംഗ് ആൻഡ് സെൽഫ് റെസ്പെക്ട് എമംഗ് ഇന്ത്യൻസ്, അതായത് അവർക്ക് ആത്മാഭിമാനം. അപ്പോൾ ഇന്ത്യക്കാർ എന്നുള്ള രീതിയിൽ അവരുടെ ആ ഒരു നാഷണലിസ്റ്റിക് ഫീലിംഗ്, അതായത് ദേശീയ ബോധവും അത് മാത്രമല്ല ആത്മാഭിമാനവും ഉയർത്തിക്കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ അത് അവാക്കനിങ്, അതായത് ഉണർത്തിക്കൊണ്ടുവരാനായിട്ട്, ആ ഒരു തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരാളാണ് നമ്മുടെ ശ്രീ സ്വാമി വിവേകാനന്ദ. മനസ്സിലായോ? സർ, സിയാനൊന്നും കണ്ടൂടെന്ന് മെസ്സേജ് ഇട്ട്. സിയാൻ കണ്ടൂടെ? സിയാനൊന്നും കണ്ടൂടെന്ന്. നിങ്ങൾക്കെല്ലാം കാണാവോ? കാണാം. സിയാൻ നിനക്കൊന്നും കണ്ടൂടെ? സ്റ്റക്ക് ആയിരിക്കും. അയ്യോ, അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടെ കേറ്.
ഓക്കെ, അപ്പോ അതാണ് സ്വാമി വിവേകാനന്ദ. അപ്പോ മനസ്സിലായോ? മനസ്സിലായി. യെസ് സർ. മനസ്സിലായി. ഓക്കെ, സാർ ഈ അവേക്കണിംഗ് എന്ന് വെച്ചാൽ അവാക്കിനെ ഉണർത്തുക. അതായത് ഇവിടത്തെ മീനിങ് വരുമ്പോ എന്താണ്, അതിനെ അന്ന് ഉണർത്തി ആ ഒരു ബോധം എല്ലാരിലും എത്തിക്കുക, ആ ഒരു ബോധം എല്ലാരിലും കൊണ്ടുവരിക എന്നുള്ള ആ ഒരു മീനിങ്. സാർ ഇപ്പൊ ഈ നാഷണലിസ്റ്റിക് ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാർ എന്നുള്ള ആ ഒരു ദേശീയ ബോധം, അല്ലെങ്കിൽ ആ ഒരു പാട്രിയോട്ടിക് ഫീലിംഗ്, അതായത് നാഷണലിസ്റ്റിക് ആണോ? ഓക്കെ, നിനക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് കേൾക്കാലോ. എടാ, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാവോ? സിയാൻ, ഓക്കെ. അപ്പൊ ടെക്സ്റ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ കാരണമായിരിക്കും ആ ഒരു. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു തന്നു. അപ്പോ നാഷണലിസ്റ്റിക് ഫീലിംഗ്, അതായത് ദേശീയ ബോധം. കാസ്റ്റ് എന്ന് വെച്ചാൽ ജാതി, കേസ്റ്റ് അല്ല കാസ്റ്റ്. ഓക്കെ സാർ, എംഫസിസ് അപ്പൊ അത് വായിക്കേണ്ടത് എംഫസിസ് എന്നാ വായിക്കേണ്ടത്. അതായത് ആ ഒരു സമ്മറി അല്ലെങ്കിൽ ഒരു തോട്ട് എന്നാ പറയുന്നത്. ആ ഒരു തോട്ട് അവിടെ നൽകി എന്നുള്ളത്, ആ ഒരു ചിന്ത, അതിനെ പറയുന്നത്. അവാക്കനിങ് എന്ന് പറയുന്ന ഉണർത്തുക, ആ ഒരു ദേശീയ ബോധം ഉണർത്തുക. ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ, എവിടെ പോയി? ഓക്കെ, അപ്പോ ഒരു കാര്യം ചെയ്യാം. ഇത് അപ്പൊ അടുത്ത പോർഷനിലേക്ക് പോവാം. അതിനു മുമ്പ് ഒന്ന് വായിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായി. ഇതിലൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വെട്ടിക്കുറയ്ക്കാനായിട്ട് ഒന്നുമില്ല. നിങ്ങളുടെ നോട്ടിൽ എഴുതേണ്ടത് ഈ ടെക്സ്റ്റിലുള്ള എന്താണോ അത് അതുപോലെ എല്ലാം എഴുതേണ്ടത്. കാര്യം അതിലൊന്നും വെട്ടിക്കുറയ്ക്കുക, കാര്യം വളരെ ചുരുക്കിയ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ചും ഇതൊക്കെ ശ്രദ്ധിച്ചോളുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഞാനിപ്പോ ചോദിക്കണേ മുഹമ്മദിയൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്, അത് എന്നിട്ട് ഞാൻ മാത്സ് ഫോളോയിങ്ങിന് ഇതേപോലെ പണ്ഡിത രമാഭായ്, സർ സയ്യദ് അഹമ്മദ് ഖാൻ, ഇങ്ങനെയൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണേ കേട്ടോ. അപ്പൊ അതെല്ലാം പേരുകളും വൺ വേർഡുകളും എല്ലാം പഠിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അടുത്ത ഓക്കെ, അപ്പൊ അടുത്ത ഇതിലോട്ട് പോവാല്ലോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഉള്ള ആക്ടിവിറ്റിയാണ്. അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ എന്ത് പഠിച്ചോ അതാണ് ഇവിടുത്തെ ആക്ടിവിറ്റിയിൽ നിങ്ങൾ എഴുതേണ്ടത്. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹോംവർക്ക് കേട്ടോ. കേട്ടില്ല. അതായത് ഇത് ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞത് കിടക്കുന്നത്, കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പൊ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ റിനൈസൻസ് അതാരൊക്കെയാ? ഈ നമ്മുടെ ഈ മുകളിൽ പഠിച്ച ഇത്രയും ആൾക്കാര്: രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിറാവ് ഫുലെ, പണ്ഡിത രമാഭായ്, ശ്രീ സയ്യദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദ, ഇവരെല്ലാം ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. അപ്പോ അവര് എല്ലാരും എന്തോ ഓരോ കാര്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു അവരുടെ ഓർഗനൈസേഷൻസ്, അത് നോക്കുക. ആ ഓർഗനൈസേഷൻസ് എഴുതുക. എന്നിട്ട് അതിൽ എന്തായിരുന്നു അവരുടെ മേജർ ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോ
മേജർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ എടുത്തു കഴിഞ്ഞാല് പണ്ഡിത രമാഭായിയെ നമ്മൾ എടുക്കുകയാണെന്ന് വെക്കുക. എന്തൊക്കെയായിരുന്നു മേജർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? അല്ലെ പോട്ടെ, അവരെന്തായിരുന്നു ഫൗണ്ട് ചെയ്തത്? അവരുടെ ഫൗണ്ടേഷൻ എന്തായിരുന്നു? uplift of movement. ആര്യ ഓക്കെ, അവരുടെ ഓർഗനൈസേഷൻ എന്തായിരുന്നു ആദ്യം? ഫസ്റ്റ് കോളം. ഫസ്റ്റ് നമ്മൾ ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ഡിത രമാഭായി എഴുതാം. അത് കഴിഞ്ഞു അവരുടെ ഓർഗനൈസേഷൻ എന്തായിരുന്നു? ആര്യ മഹിളാ സഭ. ആര്യ മഹിളാ സഭ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവരുടെ മേജർ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു? She fought against the social inequalities faced by women and worked tirelessly for women's education and the empowerment of widows. ഓക്കെ, അപ്പൊ അവരുടെ മെയിൻ ആയിട്ട് അവരുടെ ഇതെന്ന് പറയുന്നത് ഷീ ഫൗട്ട് അഗൈൻസ്റ്റ് സോഷ്യൽ ഇനിക്വാലിറ്റീസിനെതിരെ പ്രവർത്തിച്ചു. പിന്നെ വുമൻ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് വിഡോസ്, ഇതൊക്കെയായിരുന്നു അവരുടെ മേജർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ആ ടേബിള് ഫില്ല് ചെയ്യണം. ഇത് നിങ്ങൾ ഫില്ല് ചെയ്ത് എനിക്ക് അയക്കേണ്ടതാണേ. എനിക്ക് അയച്ചു തരണേ, എന്നിട്ടേ ഞാൻ നോട്ട് തരത്തുള്ളൂ ഇതിന്റെ. കേട്ടോ? കാര്യം ഇതെന്ന് പറയുന്നത് എന്താടാ? നോട്ടിലാണ് എഴുതേണ്ടത്. നോട്ടിൽ ടെക്സ്റ്റ് എഴുതണ്ട, നോട്ടിൽ തന്നെ എഴുതണം. കേട്ടോ? അപ്പൊ നോട്ടിൽ എഴുതിക്കോ. എന്നിട്ട് ഞാൻ തരുന്നതും അതും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, ഇതിപ്പോ ശരിയാണോ അല്ലേ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ പറ്റും. അത് പഠിക്കുക, എഴുതുക. ഇതെന്ന് പറയുന്നത് ചാപ്റ്റർ തുടങ്ങിയിട്ടില്ലല്ലോ, നോട്ട് എഴുതി തുടങ്ങിയില്ലല്ലോ. ഇല്ല, നോട്ട് തുടങ്ങിയിട്ടില്ല. കാര്യം നോട്ട് എഴുതി തുടങ്ങാനായിട്ട് നമ്മൾ എത്രയാ പഠിച്ചത്? വെറും ആകെപ്പാടെ ഇത്രയും. നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റി വരെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ചാപ്റ്ററിന്റെ പേര് എഴുതിട്ട് ഇത് എഴുതാനാണ്. ചാപ്റ്ററിന്റെ പേര് എഴുതുക, എന്നിട്ട് ഈ ഒരു ടേബിൾ എഴുതുക. ഫസ്റ്റ് ഇത് എഴുതാനാ? എഴുതിക്കോ. കംപ്ലീറ്റ് ദ ടേബിൾ എന്നും പറഞ്ഞിട്ടാ സർ? കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് കൊടുത്തിട്ട് ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് കൊടുക്കുക. അടുത്ത ഓർഗനൈസേഷൻ കൊടുക്കുക, മേജർ ആക്ടിവിറ്റീസ് 3 കോളം വരയ്ക്കുക, എഴുതുക. അപ്പൊ ഇത് എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ ഇത്രയും പഠിച്ചിരിക്കും. കേട്ടോ? അപ്പോ പഠിക്കാനായിട്ട് നിങ്ങളിത് പഠിക്കുക, എന്നിട്ട് എഴുതുക. അപ്പോഴേക്കും ഈ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ റിനൈസൻസ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആവും. കേട്ടോ? അതിനു വേണ്ടിയിട്ടാ. അപ്പോ പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഡ്രാഫ്റ്റ് നോട്ട് ഓൺ യുവർ റെസ്പോൺസ് ടു ഈവിൾ കസ്റ്റംസ് ദാറ്റ് പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ നടന്നിരുന്ന ഈവിൾ കസ്റ്റംസ്, അതായത് അനാചാരങ്ങളും കാര്യങ്ങളും, അതിനെ കുറിച്ച് ഒരു നോട്ട് എഴുതുക. അതൊക്കെ നമ്മുടെ സതി, സ്ലേവറി, അതുപോലുള്ള കാര്യങ്ങൾ, അതൊക്കെ ഞാൻ നോട്ട് തരാം. കേട്ടോ? ഇത് ഉണ്ട്, നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിച്ചാൽ മനസ്സിലാവും. എന്നാൽ നോട്ട് തരാം, അത് നോക്കുക. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിരിക്കണം. ടെക്സ്റ്റ് വായിച്ചില്ല എങ്കിൽ എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റത്തില്ല. കേട്ടോ? അതിപ്പോ നിങ്ങളുടെ പേപ്പർ ഇപ്പൊ സ്കൂളിൽ വന്നവർക്കാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പേപ്പറൊക്കെ എടുത്ത് ഞാൻ കാണിച്ചു തന്നതാ. അപ്പൊ ക്വസ്റ്റ്യൻ നേരെ വായിക്കാത്തതിന്റെ കുഴപ്പവും വായിച്ച് മനസ്സിലാക്കാതെ എഴുതിയതിന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ കുറെ പേർക്കൊക്കെ പറഞ്ഞു തന്നതാ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കേട്ടോ? നമ്മളെ ക്ലാസ്സിൽ ആർക്കെങ്കിലും എല്ലാ വിഷയത്തിനും ഫുൾ ഇട്ടിട്ടുണ്ടോ? നമ്മുടെ ക്ലാസ്സിലെ ആർക്കെങ്കിലും ഒരു സെക്കൻഡ്, ഞാനിപ്പോ പറയാം.